അപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി വിമർശിച്ചു. രമേശ് പിഷാരടി പറഞ്ഞു അഖിൽ മാരാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഏയ് അതൊരു തഗ്ഗൊന്നുമല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. കോൺഗ്രസ്സുകാരല്ലേ, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ അവിടെ മത്സരിക്കേണ്ടത്? രമേശ് പിഷാരടിയോടെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2020 വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലോ അഖിൽ മാരാർ ഇവിടെ കാൻഡിഡേറ്റ് ആയത്. എന്താ ഉറക്കം വരുന്നു. 2020 എനിക്ക് വരെ മറ്റൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് എനിക്ക് കുഴപ്പമില്ല. അതിൽ ഞാൻ കോൺഗ്രസ് ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല. അഖിൽ മാരാര് എപ്പോഴും അഭിപ്രായം മാറ്റും, ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതെയോ? ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതാണോ ഇറങ്ങി വോട്ട് പിടിക്കുന്നതാണോ കൂടുതൽ ടഫ്? ലോകത്തുള്ള സകല ചോദ്യങ്ങൾ തീർന്നാലും ശരി, യുവമാരുടെയും മുടിഞ്ഞ ചോദ്യം തീരൂല, ഒരിക്കലും തീരൂല. അത് ഒരുമാതിരി ചൊറിയുന്ന ചോദ്യം. അല്ല, ഇതായിരുന്നല്ലോ ജീവിതം. ഇവിടെ ആ ജീവിതത്തിൽ നിന്നാലും അങ്ങോട്ട് പോയത്. അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഈ ജീവിതം ഉണ്ടായതുകൊണ്ട്. നിനക്കാവുമ്പോ ഈ തിന്ന പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. ബിഗ് ബോസിലാകുമ്പോ ഞാൻ അഖിൽ മാരാർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യില്ല, ഇലക്ഷന് വോട്ട് ചെയ്യില്ല. ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. പൊതുവെ അഖിലിന്റെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ അഖിലിന് ആളുകൾക്ക് ഇഷ്ടമാണ്. അത് ശരിയാ. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ബ്ലോക്ക് പഞ്ചായത്തില് അന്ന് കോൺഗ്രസ് ആയിരുന്നേ. മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. അങ്ങനെ താണിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഇവിടെ ജനങ്ങൾ ഏതോ ഒരു ഫ്ലാറ്റിന്റെ കോണിൽ നിന്ന് ഈ നിമിഷവും 4 പേര് സംസാരിക്കുന്നുണ്ട്. ആ അഖിൽ കൊള്ളാമല്ലോ, ആ പയ്യന് നമുക്ക് വോട്ട് കൊടുക്കാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.